ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു പിസ്സയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. ആകെ മൊത്തം പനിയൊക്കെ ആയിട്ട് നല്ല റെസ്റ്റ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്ക് ആവശ്യമാണ്. ഇന്ന് ഈ പിസ്സയുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിനകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഞാൻ ആദ്യം തന്നെ പിസ്സ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു 8 ബ്രെഡ് എടുത്ത് നന്നായിട്ടൊന്ന് മുറിച്ച് സൈഡൊക്കെ മാറ്റി മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ പീസും കുറച്ച് പൊടിച്ചെടുത്ത മുളക് പൊടിയും ഒക്കെ മാറ്റി വെച്ചു. മുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 മുട്ടയാണ് പൊട്ടിച്ചെടുത്തേക്കുന്നത്. 2 മുട്ട ഇതിലേക്ക് ആവശ്യമായിട്ട് പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മാറ്റി വെച്ചു. കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും തക്കാളിയും കൂടി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ബ്രെഡൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിരുന്ന നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊഴിച്ച് നന്നായിട്ടൊന്ന് നിരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡൊന്ന് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ സൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സൈഡ് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു ഷേപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. എങ്കിലും അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കറക്റ്റ് വേവിച്ചെടുത്തത് കേട്ടോ. ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. ഒന്ന് മറിച്ചിടുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ഞാൻ ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അതൊന്ന് മറിച്ചിട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ സോസ് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ചീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്സിക്കം കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ചട്ടുകം വെച്ചിട്ട്. അതിനുശേഷം ഇതിലേക്ക് സവാളയും ക്യാരറ്റും തക്കാളിയും കൂടെ ഇതെല്ലാം ചെറിയ ചെറിയ പീസുകൾ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് കൂടി ചേർത്ത് ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ആവശ്യമായിട്ടുള്ളത്. ആ ചിക്കനും കൂടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി വെച്ച് കുറച്ച് സോസ് കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന മുളക് അതിനകത്ത് നിന്നും കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതൊന്ന് വേവിച്ചെടുക്കുവാൻ വെന്ത് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് എരിവ് കൂടുതലാവേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റുവാനും ഞാൻ ഇതുപോലൊരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു. കാരണം ഇതൊന്നും പൊടിഞ്ഞ് വേറെ മാറിപ്പോകാതിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണെന്ന് മാറ്റി വെച്ചത്. അതിനുശേഷം വേണ്ടോ ഇതൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചീസ് ഒരുപാടങ്ങ് മെൽറ്റായി വന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുമ്പോഴാണ് അതൊന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതൊന്ന് കറക്റ്റാക്കി എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ.